ഏതൻസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഏത്തക്കായിട്ടൊരു കൊഞ്ച് തീയലാണ് കേട്ടോ. ഇന്ന് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ. പലപ്പോഴും എല്ലാവരും പല രീതിയിലും നമ്മൾ കൊഞ്ച് തീയൽ ഉണ്ടാക്കാറുണ്ട്. അതിനകത്ത് നമ്മൾ അഡീഷണലായിട്ട് ഏത്തക്കായ്ക്ക് പകരം നമ്മൾ ചിലവർ മുരിങ്ങക്കായ ചേർക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവർക്കും സുലഭമായ ഒരു കാര്യമല്ലേ ഏത്തക്ക എന്ന് പറയുന്നത്. പക്ഷേ അതിട്ട് നിങ്ങളൊന്ന് തീയൽ വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇറച്ചിക്കറി പോലും തോറ്റുപോകും. അതേപോലത്തെ ഒരു തീയലാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതിൻ്റെ കമൻറ്റുകൾ അറിയിക്കുക. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. താങ്ക് യു. നമുക്കിനി തുടർന്ന് റെസിപ്പിയിലേക്ക് പോകാം. കണ്ടില്ലേ, നമ്മുടെ അടിപൊളി തീയൽ വായി വെള്ളം ഊറുന്ന രീതിയിലാണ് ആ തീയൽ റെഡിയാക്കിയിരിക്കുന്നത്. ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറുണ്ടാൻ. ഇനി അതെങ്ങനെ തയ്യാറാക്കി നോക്കിയാലോ. ഞാൻ അതിന് ആവശ്യമായത് എടുത്തിരിക്കുന്നത് പ്രോൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വേണ്ടത് നമ്മുടെ പച്ച ഏത്തക്കയാണ്, അതാണ് ഹൈലൈറ്റ്. അതുപോലെ തന്നെ തക്കാളി, അതുപോലെ വറുത്ത തേങ്ങ, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കൊച്ചുള്ളിയും വെല്ലുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങ ഞാൻ വറുത്തതായതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല ജീരകം, പെരുംജീരകം രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്നും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉള്ളി, ഇത് മൂന്നും കൂടെ നമ്മുടെ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. ഇനി കരിയാപ്പില ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തക്കായും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് ഏത്തക്ക വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്ത് പോകത്തില്ല, അതുകൊണ്ടാണ് വഴറ്റുന്നത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൊഞ്ച് റെഡിയായത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം ഞാൻ ഇവിടെ കുടംപുളിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പുഴുപുളി വേണമെങ്കിൽ പുഴുപുളിയും ചേർക്കാം. രണ്ടും നല്ലതാണ്, ഏതായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഞാൻ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. നമ്മൾ അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിത് കടുക് വറുക്കാനായിട്ട് നോക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ഇട്ട് ഗോൾഡൻ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമ്മുടെ വറ്റൽമുളകും കരിയാപ്പിലയും കൂടെ ഇട്ട് ഏറ്റവും ഒടുവിലായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായ ടേസ്റ്റായ ഒരു കറിയാണ് കേട്ടോ. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ കടുക് വറുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിയുന്നിടം വരെ നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ കറി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ച് കുറുകിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ സപ്പോർട്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.